എല്ലാവർക്കും നല്ലൊരു ദിവസം. ഗുഡ് മോർണിംഗ്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമിൽ ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. കണ്ടില്ല കണ്ടില്ല എന്നോതിയോതി കിളികൾ പറന്ന് പറന്നു പോയി. കാണില്ല കാണില്ല നോതിയോതി കാനന ചോല കുണുങ്ങിയോടി. അവസാനമെന്നിലേക്ക് ഞാൻ തിരഞ്ഞു, ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു. അവിടെയാണീശ്വരൻ്റെ വാസം, സ്നേഹമാണീശ്വരൻ്റെ രൂപം. ക്രിസ്തുമസ് ചിത്രങ്ങളിൽ മനസ്സിനെ തൊടുകയും കണ്ണിനെ അല്പമെങ്കിലും ഈറനണിയിപ്പിക്കുകയും ചെയ്ത മനോഹരമായ ദൃശ്യങ്ങളിലൊന്ന്. പുൽക്കൂടുകൾക്ക് പുറത്തേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന വൈദ്യുത ദീപാലങ്കാര പ്രഭകൾക്ക് പുറത്തേക്ക്, കാതടപ്പിക്കുന്ന വെടിക്കോപ്പുകളുടെ ശബ്ദകോലാഹലങ്ങൾക്ക് പുറത്തേക്ക്, തീന്മേശയിലെ വിഭവ സമൃദ്ധിക്ക് പുറത്തേക്ക് ക്രിസ്തു ജനിക്കുന്നതും വളരുന്നതും ജീവിക്കുന്നതും മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ്, മതങ്ങളുടെയും രാഷ്ട്രീയത്തിന്റെയും വേലിക്കെട്ടുകൾക്കുള്ളിലല്ല എന്നോർമ്മിപ്പിക്കുന്ന മനോഹരമായ ദൃശ്യം. ഇത് എൻ്റെ നാട് കാലടി. ആദിശങ്കറിന്റെ ജന്മം കൊണ്ട് പരിപാവനവും പാദസ്പർശം കൊണ്ട് പവിത്രവുമായ എൻ്റെ നാട്. ഈ കാണുന്ന കാഴ്ചകളൊന്നും ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ അൽത്താരയിലേതല്ല, മറിച്ച് എൻ്റെ നാട്ടിലെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ അകത്തളങ്ങളിലേതാണ്. ആദരവോടും ബഹുമാനത്തോടും കൂടി ക്രിസ്തുദേവനെ സ്വീകരിക്കുകയും ദൈവങ്ങളോടൊപ്പം ചേർത്ത് പൂജിക്കുകയും ചെയ്യുന്ന സ്വാമ്യമാണ്. ഇതിലും വലിയ എൻ്റെ നാടിന്റെ മനോഹാരിതയും മതേതരത്വവും നിറഞ്ഞ ചിത്രങ്ങൾ എങ്ങനെ പ്രചരിപ്പിക്കാനാകും? അഭൂതപൂർവമായി ക്രിസ്തുമസ് ട്രീകൾ തകർക്കപ്പെടുകയും ക്രിസ്തുമസ് ആഘോഷങ്ങൾ തടയപ്പെടുകയും ചെയ്യുന്നിടത്ത് ഇത്തരം കാഴ്ചകൾ മനസ്സിനെ സന്തോഷിപ്പിക്കുക മാത്രമല്ല, പ്രതീക്ഷകളും പ്രത്യാശയും നൽകുന്നു. ഇതാണ് ക്രിസ്തുമസ്. ഇതായിരിക്കണം ക്രിസ്തുമസ്. സ്തുതി പാടി നിന്റെ ശാന്തതയും എളിമയും എനിക്ക് തരണമേ. കളകളമൊഴുകും അരുവികളും ചെറുപുഴയും പുഞ്ചിരി തൂകും മുകിലുകളും മലർനിരയും പാടി വാഴ്ത്തിടും. Se armó la fiesta en
en el patio, ven a bailar. La guira canta, la tambora va a explotar. Los primos llegan con su canasto lleno y el lechón asado ya. അച്ഛാ 10 മിനിറ്റ്. ഈ ക്രിസ്മസിന് ഈശോയ്ക്ക് നമ്മൾക്ക് എന്താ പറയാണ്ടാവുക? ഈശോയ്ക്ക് എടാ മോനെ മോളെ, നീ ഒറ്റക്കല്ല, ഞാൻ കൂടെ ഉണ്ട്. ദൈവം നമ്മോട് കൂടെ. യു ആർ നെവർ അലോൺ. അതാണ് ഈശോയ്ക്ക് പറയാനുള്ള മെസ്സേജ്. കാരണം ഒരാളെ സംബന്ധിച്ച് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തലാണെങ്കിൽ, കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്. ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും. ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും. അതിന്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കി പണിയും. അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും. ഏത് ബിസിനസ് എടുത്താലും അതിലേറ്റവും കാതലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വിൽപ്പനയാണ്. പലപ്പോഴും വിൽപ്പനക്കാരൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സെയിൽസ്മാൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ നിർമ്മാതാവിന്റെ ആറ്റിറ്റ്യൂഡ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ചെറിയ കഥ പറയാം. വളരെ ധനവാന്മാരായിട്ടുള്ള രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഒരാൾ മറ്റേയാളോട് പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരു നല്ല ആനയുണ്ട്. ഈ ആന വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആനയാണ്. എന്റെ ഭാര്യയ്ക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ മോള് ആനയുടെ കൂടെയാണ് കളിക്കുന്നത്. എന്റെ വീട്ടിൽ ഒരുപാട് ജോലികൾ ആനയാണ് ചെയ്തു തീർക്കുന്നത് എന്നെല്ലാം പറഞ്ഞപ്പോൾ ഇയാൾ വളരെ അത്ഭുതത്തോട് ചോദിച്ചു, ഇങ്ങനെയുള്ള ആനകളും ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ എനിക്കതൊരു നിസ്സാര വിലയ്ക്ക് കിട്ടി. വെറും 50,000 രൂപയ്ക്കാണ് ഞാൻ ആ ആനയെ മേടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ ഈ ആനയെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു മറ്റേ പണക്കാരൻ. അപ്പൊ ഇയാൾ ഇല്ല, അത് ഞാൻ കൊടുക്കില്ല, അതെനിക്ക് വളരെ ആവശ്യമായിട്ടുള്ള ആനയാണ്. എന്റെ വീട്ടിലെ പകുതി ജോലിയും ഈ ആനയാണ് ചെയ്യുന്നതെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 1,00,000 രൂപ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആന എനിക്ക് വരുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1,50,000 വരികയാണെങ്കിൽ നിങ്ങൾ ഈ ആന എനിക്ക് വരുമോ എന്ന് ചോദിച്ചു. അപ്പോഴും ഈ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഇല്ല, അതെനിക്ക് വളരെ പ്രിയപ്പെട്ട ആനയാണ്, അതങ്ങനെ തരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു ഒടുവിൽ ഒരു 3,00,000 രൂപയ്ക്ക് ഈ ആനയെ രണ്ടാമത്തെ ആള് കൈക്കലാക്കി. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഇവരെ വീണ്ടും കണ്ടുമുട്ടിയപ്പോ രണ്ടാമത്തെ പണക്കാരനായ വ്യക്തി ആദ്യത്തെ ആളോട് പറഞ്ഞു, വലിയ കുഴപ്പമായി പോയി ആനയെ വാങ്ങിച്ചത്, എന്ത് ചെയ്യാൻ പറ്റും? അത് വീട്ടിൽ മുഴുവൻ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കൃഷി മുഴുവൻ നശിപ്പിച്ചു, എന്റെ ലോൺ മുഴുവൻ നശിപ്പിച്ചു, എന്റെ വീട്ടിലുള്ള പല സാധനങ്ങളും തല്ലി മറിച്ചു. എന്റെ മകൾക്കാണെങ്കിൽ പുറത്തിറങ്ങി കളിക്കാൻ നിർത്തിയില്ല, കാരണം അതിനെ കണ്ട പേടിയാവുകയാണ്. എന്റെ ഭാര്യ മുഴുവൻ സമയം എടുത്ത് വഴക്കുണ്ടാക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈ രണ്ടാമത്തെ ആള് ആദ്യത്തെ ആള്, നിങ്ങൾ ഈ ആനയെ ഒന്ന് തിരിച്ചെടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോ ആദ്യത്തെ ആള് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിൽക്കാൻ വരുന്ന വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വിൽക്കാനായിട്ട് വരുന്ന സാധനത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഉത്തമ ബോധ്യമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരാണ് സുഹൃത്തെ നിങ്ങളുടെ സാധനം വാങ്ങിക്കുക? ആരാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുക? അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് പ്രൊഡക്റ്റ് വിപണനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും ആ പ്രൊഡക്റ്റിന്റെ മൂല്യത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. അതിനെ പറ്റിയിട്ടൊരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉണ്ടാവണം. അതില്ലാതെ നമ്മൾ ആ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് ശ്രമിച്ചാൽ വിൽ നോട്ട് ബി ഏബിൾ ടു സെൽ ഇറ്റ്. അപ്പൊ ആദ്യം ഉണ്ടാവേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസ്യതയും നമ്മുടെ പ്രൊഡക്റ്റിലുള്ള ഉത്തമ ബോധ്യവുമാണ്. തളരുമെൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ, ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യം. Download ShareChat. നല്ല ചിന്ത. ഒരു ട്രെയിൻ യാത്രയിൽ അടുത്തടുത്ത് സീറ്റുകളിലിരുന്ന 2 പേർ പരിചയപ്പെട്ടപ്പോഴാണ് അവർ വർഷങ്ങൾക്ക് മുൻപ് അയൽക്കാരായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്നുള്ള സംസാരങ്ങൾക്കിടയിൽ ഒരുവൻ പറഞ്ഞു, ഞാൻ നിന്നെ പലപ്പോഴും ഓർക്കും. മറ്റേയാൾ ചോദിച്ചു,
മറ്റേയാൾ ചോദിച്ചു, എന്താണ് അങ്ങനെ ഓർക്കുവാൻ കാരണം? അയാൾ പറഞ്ഞു, എൻ്റെ പശു നിൻ്റെ പറമ്പിൽ കയറിയതിന് നീ അതിൻ്റെ കാലടിച്ചു പൊടിച്ചില്ലേ? അത് എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും മറക്കുകയുമില്ല. അതോടെ ആ സൗഹൃദ സംഭാഷണം അവസാനിച്ചു. ഇതിനിടയിൽ ടി.ടിയെ ടിക്കറ്റ് ചോദിച്ചു. അയാൾ ടിക്കറ്റ് തൻ്റെ പോക്കറ്റിലും ബാഗിലും എല്ലാം തപ്പുകയാണ്. എവിടെയാണ് ടിക്കറ്റ് വെച്ചതെന്ന് അയാൾ മറന്നുപോയി. ദീർഘസമയത്തെ അന്വേഷണത്തിന് ശേഷമാണ് ടിക്കറ്റ് കണ്ടെത്തിയത്. ഇങ്ങനെയാണ് അനേകരും വളരെ പണ്ടുണ്ടായ അനുഭവങ്ങൾ മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കും. എന്നാൽ കഴിഞ്ഞ നിമിഷം ചെയ്ത പല കാര്യങ്ങളും വിസ്മരിക്കും. തനിക്ക് അയൽക്കാരനിൽ നിന്നുണ്ടായ ഒരു പ്രയാസം അയാൾ ഇതുവരെയും മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയുമില്ല. എന്നാൽ ഇന്ന് ബാഗിൽ വെച്ച ട്രെയിൻ ടിക്കറ്റ് എവിടെയാണെന്ന് ഓർമ്മയില്ല. ദൈവം മനുഷ്യന് നൽകിയ 2 വലിയ അനുഗ്രഹങ്ങളാണ് ഓർമ്മശക്തിയും മറവിയും. എന്നാൽ ഈ അനുഗ്രഹങ്ങളെ ശാപമാക്കി തീർക്കുന്ന അനുഭവം അനേകരിലും കാണുവാൻ കഴിയും. ദശാബ്ദങ്ങൾക്ക് മുൻപുണ്ടായ ഉപദ്രവം ഓർത്തിരിക്കുന്നവർ അന്നത്തെ അവസ്ഥയും അനുഗ്രഹങ്ങളും മറന്നു പോകുന്നു. മാത്രമല്ല, അല്പം മുൻപ് ചെയ്ത കാര്യം പോലും മറന്നു പോകുന്നു. അതായത്, മറക്കേണ്ടതിനെ ഓർക്കുന്നു, ഓർക്കേണ്ടതിനെ മറക്കുന്നു. ഇങ്ങനെ തെറ്റുകൾ ക്ഷമിക്കാതെ ഓർത്തിരിക്കുന്നത് മനുഷ്യഹൃദയത്തിൻ്റെ ദുഷിപ്പിൻ്റെ പ്രതിഫലനമാണ്. കടപ്പാട്, നല്ല ചിന്ത. ഒരു നല്ല സന്ദേശം. ചാണക്യൻ പറയുന്നു, ജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമായും മൗനം പാലിക്കേണ്ട 5 സന്ദർഭങ്ങൾ ഇതാണ് എന്ന്. പ്രിയപ്പെട്ടവരുടെ വാക്കുകൾക്ക് ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുവാനും തകർക്കാനുമുള്ള ശക്തിയുണ്ട്. പക്ഷേ വാക്കുകൾക്കും അപ്പുറം ചില സമയങ്ങളിൽ മൗനത്തിന് അതിലും വലിയ ശക്തിയുണ്ട്. മൗനം ഒരു അത്ഭുത മരുന്നാണ്. അത് ശത്രുവിൻ്റെ വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. നിങ്ങൾ എപ്പോഴൊക്കെയാണ് മൗനം പാലിക്കേണ്ടത് എന്നറിയാമോ? അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമായും മൗനം പാലിക്കേണ്ട 5 സന്ദർഭങ്ങളെക്കുറിച്ച് നോക്കാം. ഒന്നാമത്തെ സന്ദർഭം, കോപം വരുമ്പോൾ ഓർക്കുക. അഗ്നിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് ദേഷ്യം വരുമ്പോൾ വാക്ക് പറയുന്നത്. അത് നമ്മെയും ചുറ്റുമുള്ളവരെയും ഒരുപോലെ ദഹിപ്പിക്കും. നോക്കൂ, മനുഷ്യൻ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് ദേഷ്യം വരുമ്പോഴാണ്. കോപം വരുമ്പോൾ നാം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നിയന്ത്രണം ഉണ്ടാകില്ല. അപ്പോൾ പുറത്തു വരുന്നത് പലപ്പോഴും ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കും. അത് ബന്ധങ്ങളെ തകർക്കും, ശത്രുത വർദ്ധിപ്പിക്കും. ഒരു കത്തുന്ന തീജ്വാല പോലെയാണ് കോപം. അത് നമ്മെയും മറ്റുള്ളവരെയും ഒരുപോലെ ദഹിപ്പിക്കും. ഉദാഹരണത്തിന്, ഒരു വ്യാപാരിക്ക് കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു. അയാൾ ദേഷ്യത്തിൽ വീട്ടിലിരുന്ന് ഭാര്യയെയും മക്കളെയും കുറ്റപ്പെടുത്തുന്നു. അവിടെ സംഭവിക്കുന്നത് എന്താണ്? അയാൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. നഷ്ടം സംഭവിച്ചതിൻ്റെ കാരണം കണ്ടെത്താനോ അത് പരിഹരിക്കാനോ അയാൾ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഓർക്കുക, കോപം വരുമ്പോൾ മൗനം പാലിക്കുക. ആ നിമിഷം ശ്വാസം എടുത്ത് ശാന്തമാകുക. ആ വാക്കുകൾ പുറത്തേക്ക് വരുന്നതിന് മുൻപ് ചിന്തിക്കുക. ഒരു നിശബ്ദതയ്ക്ക് ഒരുപക്ഷെ വലിയൊരു കൊടുങ്കാറ്റിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കാം. കോപത്തോടെ സംസാരിക്കുമ്പോൾ നാം പിന്നീട് പശ്ചാത്താപിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകും. ഒരുപാട് വേദന നൽകിയ ഒരു വാക്ക് തിരിച്ചു പിടിക്കാൻ ഒരുപാട് കാലം വേണ്ടി വരും. ഒരുപക്ഷെ ഒരിക്കലും അതിന് സാധിച്ചെന്ന് വരില്ല.
കോപം നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നശിപ്പിക്കും. ശാന്തമായി ഇരിക്കുമ്പോൾ മാത്രമേ ഒരു പ്രശ്നത്തെ യുക്തിപരമായി സമീപിക്കാൻ നമുക്ക് കഴിയൂ. മൗനം ഒരു മറയാണ്. അത് നിങ്ങളുടെ മനസ്സിനെ കോപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. രണ്ടാമത്തെ സന്ദർഭം, മറ്റൊരാളുടെ രഹസ്യം അറിയുമ്പോൾ, മറ്റൊരാൾ നമ്മളിൽ വിശ്വാസം അർപ്പിച്ച ഒരു രഹസ്യം പറയുമ്പോൾ അത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ആ രഹസ്യം ഒരു നിധി പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മറ്റൊരാളുടെ രഹസ്യം പരസ്യമാക്കുന്നത് വിശ്വാസത്തെ തകർക്കുന്നതിന് തുല്യമാണ്. അത് ആ വ്യക്തിയെ വേദനിപ്പിക്കുകയും നമ്മളോട് അവരുടെ മതിപ്പ് ഇല്ലാതാക്കുകയും ചെയ്യും. ഇവിടെ ഒരു ഉദാഹരണം പറയാം. ഒരു ഗ്രാമത്തിൽ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറ്റൊരാളോട് രഹസ്യമായി പറഞ്ഞു. എന്നാൽ ആ സുഹൃത്ത് അത് മറ്റുള്ളവരോട് പറഞ്ഞു. പിന്നീട് ആ രഹസ്യം പരസ്യമായപ്പോൾ ആ വ്യക്തിക്ക് വലിയ അപമാനം നേരിടേണ്ടി വന്നു. ആ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി തകർന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, മറ്റൊരാളുടെ രഹസ്യം നിങ്ങൾ അറിഞ്ഞാൽ അത് നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കട്ടെ. നിങ്ങളുടെ മൗനം ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ബഹുമാനത്തെയും വിശ്വാസത്തെയും കാണിക്കുന്നു. രഹസ്യം ഒരു നിധി പോലെ സൂക്ഷിക്കേണ്ടത് ഒന്നാണ്. അത് വെളിപ്പെടുത്തുന്നത് വിശ്വാസത്തിൻ്റെയും അതുകൊണ്ട് ഓർക്കുക, ഒരുപാട് വേദന നൽകിയ ഒരു വാക്ക് തിരിച്ചു പിടിക്കാൻ ഒരുപാട് കാലം വേണ്ടിവരും. ഒരുപക്ഷെ ഒരിക്കലും അതിന് സാധിച്ചെന്ന് വരില്ല. കോപം നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നശിപ്പിക്കും. ശാന്തമായിരിക്കുമ്പോൾ മാത്രമേ ഒരു പ്രശ്നത്തെ യുക്തിപരമായി സമീപിക്കാൻ നമുക്ക് കഴിയൂ. മൗനം ഒരു മറയാണ്. അത് നിങ്ങളുടെ മനസ്സിനെ കോപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. രണ്ടാമത്തെ സന്ദർഭം, മറ്റൊരാളുടെ രഹസ്യമറിയുമ്പോൾ, മറ്റൊരാൾ നമ്മളിൽ വിശ്വാസം അർപ്പിച്ച ഒരു രഹസ്യം പറയുമ്പോൾ അത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ആ രഹസ്യം ഒരു നിധി പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മറ്റൊരാളുടെ രഹസ്യം പരസ്യമാക്കുന്നത് വിശ്വാസത്തെ തകർക്കുന്നതിന് തുല്യമാണ്. അത് വ്യക്തിയെ വേദനിപ്പിക്കുകയും നമ്മളോട് അവരുടെ മതിപ്പ് ഇല്ലാതാക്കുകയും ചെയ്യും. ഇവിടെ ഒരു ഉദാഹരണം പറയാം. ഒരു ഗ്രാമത്തിൽ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറ്റൊരാളോട് രഹസ്യമായി പറഞ്ഞു. എന്നാൽ ആ സുഹൃത്ത് അത് മറ്റുള്ളവരോട് പറഞ്ഞു. പിന്നീട് ആ രഹസ്യം പരസ്യമായി. അപ്പോൾ ആ വ്യക്തിക്ക് വലിയ അപമാനം നേരിടേണ്ടി വന്നു. ആ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി തകർന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, മറ്റൊരാളുടെ രഹസ്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കട്ടെ. നിങ്ങളുടെ മൗനം ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ബഹുമാനത്തെയും വിശ്വാസത്തെയും കാണിക്കുന്ന രഹസ്യം ഒരു നിധി പോലെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. അത് വെളിപ്പെടുത്തുന്നത് വിശ്വാസത്തിൻ്റെ അന്ത്യം കുറിക്കുന്നു. നിങ്ങൾ മറ്റൊരാളുടെ രഹസ്യം കാത്തു സൂക്ഷിക്കുമ്പോൾ അവർ നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ തുടങ്ങും. അത് നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ്. ഒരു രഹസ്യം നിങ്ങളുടെ കൈവശം സുരക്ഷിതമായിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരുതരം ശക്തി നൽകുന്നുണ്ട്. അത് ദുരുപയോഗം ചെയ്യാതെ ഒരു പണ്ഡിതൻ്റെ വിവേകത്തോടെ കൈകാര്യം ചെയ്യുക. മൂന്നാമത്തെ സന്ദർഭം, വിഡ്ഢികളുമായി സംവദിക്കുമ്പോൾ ഒരു വിഡ്ഢിയുമായി സംവദിക്കുന്നത് സമയം കളയുന്നതിന് തുല്യമാണ്. അവർക്ക് യുക്തിയോ അറിവോ വിവേകമോ ഉണ്ടാകില്ല. അവർ അവരുടെ തെറ്റായ വാദങ്ങളെയും അഭിപ്രായങ്ങളെയും മുറുകെ പിടിക്കും. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു പാറയിൽ തലയിടുന്നതിന് സമാനമാണ്. അത് നമ്മളെ കൂടുതൽ നിരാശപ്പെടുത്തുകയും ഊർജം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഒരു കഴുതയുടെ കരച്ചിലിന് മറുപടി പറയുന്നത് ഒരു സിംഹത്തിൻ്റെ അന്തസ്സിന് ചേരുന്നതല്ല. അതുപോലെ അറിവില്ലാത്തവരുമായി തർക്കിച്ച് നിങ്ങളുടെ നിലവാരം താഴ്ത്താതിരിക്കുക. ഒരു വിഡ്ഢിയുമായി തർക്കിക്കുന്നത് നിങ്ങളുടെ സമയത്തെയും ഊർജത്തെയും നശിപ്പിക്കും. അവൻ്റെ അജ്ഞാനത്തെ നേരിടാൻ ശ്രമിക്കുന്നതും മണ്ടത്തരമാണ്. നിങ്ങളുടെ ഊർജം ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഒരു വിഡ്ഢിയുമായി തർക്കിച്ച് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരേ ഒരു കാര്യം മാനസിക സംഘർഷം മാത്രമായിരിക്കും. ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ അക്ബർ ചക്രവർത്തിയുടെ സദസ്സിൽ ഒരു പണ്ഡിതനും ഒരു വിഡ്ഢിയും തമ്മിൽ ഒരു തർക്കം നടന്നു.
വിഡ്ഢിയുടെ വാക്കുകൾ കേട്ട് പണ്ഡിതന് ദേഷ്യം വന്നു. അപ്പോൾ ബീർബൽ പറഞ്ഞു, അങ്ങ് കോപിക്കാതെ മൗനം പാലിക്കൂ. അങ്ങ് സംസാരിക്കുന്ന ഓരോ വാക്കും അങ്ങ് ആ വ്യക്തിയുടെ നിലവാരത്തിലേക്ക് താഴുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഓർക്കുക, ഒരു വിഡ്ഢിയുമായി സംസാരിക്കേണ്ടി വരുമ്പോൾ മൗനം പാലിക്കുക. അവരുടെ അസംബന്ധമായ വാദങ്ങളെ അവഗണിക്കുക. നിങ്ങളുടെ വിലയേറിയ സമയം അർത്ഥമില്ലാത്ത സംഭാഷണങ്ങൾക്കായി വിനിയോഗിക്കാതിരിക്കുക. 4-ാമത്തെ സന്ദർഭം, കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളോ തെറ്റ് ചെയ്യുമ്പോൾ കുടുംബാംഗങ്ങളോ അടുത്ത സുഹൃത്തുക്കളോ തെറ്റ് ചെയ്യുമ്പോൾ അവരെ പെട്ടെന്ന് കുറ്റപ്പെടുത്താതിരിക്കുക. അവരുടെ തെറ്റിൻ്റെ കാരണം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചില സമയങ്ങൾ നമ്മുടെ മൗനം അവർക്ക് അവരുടെ തെറ്റ് തിരിച്ചറിയാനുള്ള അവസരം നൽകും. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം. ഒരച്ഛൻ തൻ്റെ മകൻ പരീക്ഷയിൽ തോറ്റതെറിഞ്ഞ് ദേഷ്യത്തിൽ അവനെ വഴക്ക് പറയുന്നതിന് പകരം അച്ഛൻ അവനോടൊപ്പം കുറച്ച് സമയം ഇരുന്നു. അവൻ തോറ്റതിൻ്റെ കാരണം ചോദിച്ചറിഞ്ഞ് തൻ്റെ തെറ്റും മനസ്സിലായി. അച്ഛൻ്റെ ശാന്തമായ സമീപനം അവനെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവനാക്കി. അതുകൊണ്ട് ഓർക്കുക പ്രിയപ്പെട്ടവർ, തെറ്റ് ചെയ്യുമ്പോൾ ആദ്യം മൗനം പാലിക്കുക. സ്നേഹത്തോടെയും വിവേകത്തോടെയും അവരെ തിരുത്തുവാനുള്ള മാർഗം കണ്ടെത്തുക. നിങ്ങളുടെ മൗനം ഒരുപക്ഷെ അവർക്ക് വലിയൊരു പാഠമായി മാറിയേക്കാം. അവരുടെ തെറ്റിന് പിന്നിൽ ഒരു കാരണമുണ്ടാവാം. മൗനം പാലിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സാഹചര്യം മനസ്സിലാക്കാനുള്ള സമയം കിട്ടുന്നു. മൗനം എന്നത് നിസ്സംഗതയല്ല, മറിച്ച് അത് സ്നേഹത്തോടെയുള്ള ഒരു കാത്തിരിപ്പാണ്. നിങ്ങളുടെ മൗനം അവരുടെ തെറ്റിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ സഹായിക്കും. 5-ാമത്തെ സന്ദർഭം, അസൂയയുള്ളവരുമായി ഇടപഴകുമ്പോൾ അസൂയയുള്ള വ്യക്തികൾ എപ്പോഴും മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാനും അവരുടെ വളർച്ചയിൽ തടസ്സമുണ്ടാക്കാനും ശ്രമിക്കും. അവരുമായി തർക്കിക്കുന്നതും വാദിക്കുന്നതും നിങ്ങളുടെ മാനസികാവസ്ഥയെ തകർക്കും. അവരുടെ വിഷുപ്തമായ വാക്കുകൾ നിങ്ങൾ വേദനിപ്പിക്കുകയും നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അസൂയ ഒരു രോഗമാണ്. അത് മറ്റുള്ളവരെയും നമ്മെയും ബാധിക്കും. അസൂയ ഉള്ളവരുമായി വാദിക്കുന്നത് ആ രോഗത്തെ നമ്മളിലേക്കും പടർത്തുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ വിജയം തന്നെയാണ് അസൂയക്കാർക്കുള്ള ഏറ്റവും നല്ല മറുപടി. നിങ്ങളുടെ വാക്കുകൾക്ക് അവരെ മാറ്റാൻ കഴിയില്ല, പക്ഷേ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം അവരെ നിശബ്ദരാക്കും. ഒരിക്കലൊരു ശില്പി മനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കി. മറ്റൊരു ശില്പി അസൂയ കാരണം ആ ശില്പത്തെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞു നടന്നു. എന്നാൽ ആദ്യത്തെ ശില്പി അതിലൊന്നും പ്രതികരിച്ചില്ല. അയാൾ കൂടുതൽ മികച്ച ശില്പങ്ങൾ ഉണ്ടാക്കി. ലോകം അദ്ദേഹത്തിൻ്റെ കഴിവിനെ അംഗീകരിച്ചു. എന്നാൽ അസൂയക്കാരൻ്റെ വാക്കുകൾ ആരും ഓർമ്മിച്ചില്ല. അതുകൊണ്ട് ഓർക്കുക, അസൂയയുള്ളവരുമായി വരുമ്പോൾ മൗനം പാലിക്കുക. അവരുടെ വാക്കുകളെ അവഗണിക്കുകയും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ വിജയം തന്നെ അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി ആയിരിക്കും. അസൂയയുള്ളവരോട് വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ സമാധാനം നശിപ്പിക്കാൻ അനുവദിക്കരുത്. ഒരു പാമ്പിനെ അവഗണിക്കുന്നത് പോലെ അവരെയും അവഗണിക്കുക. ജീവിതത്തിൽ മൗനത്തിന് അതിൻ്റേതായ സ്ഥാനമുണ്ട്. ഈ 5 സന്ദർഭങ്ങളിൽ മൗനം പാലിക്കുന്നത് നമ്മെ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കും, ബന്ധങ്ങളെ സംരക്ഷിക്കും, നമ്മുടെ ഊർജം സംരക്ഷിക്കും. വാക്കുകൾ ഉപയോഗിക്കേണ്ടിടത്തും ഉപയോഗിക്കുക, മൗനം പാലിക്കേണ്ടിടത്തും മൗനം പാലിക്കുക. അതാണ് വിവേകത്തിൻ്റെയും ബുദ്ധിയുടെയും ലക്ഷണം. ഓർക്കുക, വാക്ക് വിവേകമുള്ളവന് ഒരു ആയുധമാണ്, വിവേകമില്ലാത്തവന് ഒരു ദുരന്തവും. എന്നാൽ മൗനം വിവേകമുള്ളവൻ്റെ ഏറ്റവും വലിയ കവചമാണ്. ഈ 5 സന്ദർഭങ്ങളിൽ നിങ്ങൾ മൗനം പാലിക്കാൻ പഠിച്ചാൽ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. ഈ നിമിഷം മുതൽ നിങ്ങൾ മൗനത്തെ ഒരു ശക്തിയായി കാണുക. വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മൗനത്തിലൂടെ കൂടുതൽ ശക്തമാകട്ടെ. 5 കാര്യങ്ങൾ പറഞ്ഞതിൽ നമ്മളുടെ ഒരു രഹസ്യം മറ്റുള്ളവരോട് പറഞ്ഞു വയ്ക്കുക എന്ന് പറയുമ്പോൾ, ഒരാളോട് പറയുമ്പോൾ ആ ആളത് നമുക്ക് വിശ്വാസമുള്ള ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ആ ആളത് രഹസ്യമായി തന്നെ വയ്ക്കും. പക്ഷേ ഈ പറയുന്ന വ്യക്തി ആ ആളോട് പറയും, ഞാൻ പറഞ്ഞ രഹസ്യം വലിയൊരു നന്മയാണ് സമൂഹത്തിനും എല്ലാവർക്കും ഉണ്ടാകുക എന്നതെങ്കിൽ ആ രഹസ്യം പറയുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ പറയേണ്ടവരോട് പറയുക എന്ന് ഈ രഹസ്യം സൂക്ഷിക്കാൻ പറഞ്ഞ വ്യക്തി തന്നെ പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഈ രഹസ്യം ഏൽപ്പിച്ച
വ്യക്തിക്ക് പാലിക്കാം. നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും സമൂഹത്തിനും ദൈവത്തിൻ്റെ ഇഷ്ടവുമാണ് രഹസ്യം സൂക്ഷിക്കാൻ പറഞ്ഞ വ്യക്തി ആ രഹസ്യം നല്ലൊരു കാര്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ. ഇന്ന് ഞാനിത് പറയാൻ കാരണം എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരു വ്യക്തിയോട് ഞാൻ സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ള ചില രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഞാനിത് പറഞ്ഞാലും സൂക്ഷിക്കാൻ പറഞ്ഞാലും സമൂഹത്തിൻ്റെയും എല്ലാവരുടെയും ദൈവത്തിൻ്റെയും ഇഷ്ടം ആ രഹസ്യം പറയേണ്ടിടത്ത് പറയുകയാണ് ദൈവം തോന്നിക്കുന്നതെങ്കിൽ ധൈര്യമായി താങ്കൾക്ക് ഇത് പറയാം. അങ്ങനെ പറഞ്ഞ് എനിക്ക് അത്രയും വിശ്വാസമുള്ള വ്യക്തിയോട് ഞാൻ രഹസ്യങ്ങൾ പലതും സംസാരിച്ചിട്ടുണ്ട് സൂക്ഷിക്കാനായി. ഞാൻ മരിച്ചു പോയാലും ആ രഹസ്യങ്ങൾ വലിയൊരു നന്മയ്ക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ധൈര്യമായി ആ വ്യക്തിക്ക് ഉപയോഗിക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ. ഇപ്പോൾ ഞാൻ വായിച്ച ഭാഗം കടപ്പാട് ചാണക്യൻ. ഞാൻ ചാണക്യൻ്റെ പലതും വായിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിലെ കുറേ അനുഭവങ്ങൾ ഉള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ കുറേ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിത് വായിച്ചത്. എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് കരുതി ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ഞാനത് വായിച്ചു എന്ന് മാത്രം. പ്രാർത്ഥനയോടെ നല്ലത് വരട്ടെ എല്ലാവർക്കും. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ, ലേഖനങ്ങൾ, വെളിപാട്. ഓക്കേ.